ശ്രീ ജിനോ ആന്റണി, താങ്കൾ ഈ കായിക രംഗത്തൊരു വലിയൊരു പ്രതിഭാസമാണ്. നിർത്താതെയുള്ള ഒരു ഓട്ടക്കാരനാണ്. ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്യുന്നു. താങ്കൾ 24 മണിക്കൂർ കൊണ്ട് നിർത്താതെ അല്ലേ, നോൺ സ്റ്റോപ്പ് 265 കിലോമീറ്റർ ഓടി. ഇതൊരു വലിയ സംഭവം തന്നെയാണ് കേട്ടോ. ഇതെങ്ങനെ ആണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു പരിശീലനം? ഞാൻ കൊച്ചിലെ ഒരു സ്പോർട്സ് എനിക്ക് ഭയങ്കര ഇതായിരുന്നു, ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ട്. അത് കാരണം അച്ഛനും അമ്മയും വഴിയാണ്. അച്ഛനും അമ്മയും ഡെഫ് ആൻഡ് ഡംബ. അപ്പം അവർ ഓൾറെഡി അവരുടെ കാറ്റഗറിയിൽ അവർ സ്പോർട്സിലുണ്ടായിരുന്നു. അച്ഛൻ ടേബിൾ ടെന്നീസ് പ്ലെയർ ആയിരുന്നു, അമ്മ വോളിബോൾ, പിന്നെ അത്ലറ്റിക്സും കുറച്ച് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവരുടെ വഴിയാണ് ഞാൻ സത്യം പറഞ്ഞാൽ സ്പോർട്സിലോട്ട് വരുന്നത്. അപ്പം അങ്ങനെ സ്കൂൾ വഴി ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അച്ഛൻ ഇവിടെ ISROയിലായിരുന്നു ജോലി ചെയ്തത്, VSSCയിൽ. അപ്പോൾ അങ്ങനെ ഞാൻ കൊച്ചിലെ നമ്മൾ തുടങ്ങി. ഒരു 9ാം ക്ലാസ് വരെയൊക്കെ ഞാൻ ഈ ഓട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു, 800 മീറ്റർ ആ ഇതിലൊക്കെ. പക്ഷെ ഞാൻ എപ്പോഴും തോക്കുമായിരുന്നു, അങ്ങനെ ജയിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു 10th ക്ലാസ് കഴിഞ്ഞപ്പം ഞാൻ പയ്യെ ജയിക്കാൻ തുടങ്ങി. അങ്ങനെ VSSC പഠിക്കാൻ നേരത്ത് അവിടുന്ന് ഞാൻ CBSEയുടെ ഒരു സ്റ്റേറ്റിൻ്റെ ഇതിന് പോയായിരുന്നു. അപ്പോൾ അങ്ങനെ 1500 മീറ്ററിൽ CBSE റെക്കോർഡ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് എൻ്റെ ഓട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഡിസ്റ്റൻസിനോട് ഭയങ്കര താല്പര്യം. അപ്പം അങ്ങനെയാണ് ഈ ഇതിലോട്ട് വന്ന് തുടങ്ങി. തോക്കുന്നതൊന്നും ഒരു കുറ്റമല്ലല്ലോ. തോൽവി ഉണ്ടാവണം, സത്യം പറഞ്ഞു ഉണ്ടാകണം. തോൽവി ഉണ്ടായാലേ നമ്മൾ പഠിക്കുകയുള്ളൂ. എനിക്കങ്ങനെയാണ് തോന്നാറ്. കാരണം ഞാൻ തോൽവി എന്നാണ് പഠിക്കുന്നത്. കാരണം ഞാൻ ഇപ്പോൾ ഒരു തോൽവി ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ അതിലെന്താ പ്രശ്നം പറ്റിയെന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം അത് കറക്റ്റ് ചെയ്യും. അങ്ങനെ ഈ ഒരു കായിക രംഗത്തുള്ള ഒരു നേട്ടം കൊണ്ടാണോ ഇന്ത്യൻ ആർമിയിൽ കയറിയത് തന്നെ? അല്ല, ഞാൻ നോർമൽ വൃത്തിയായിട്ടാണ് കയറിയത്. പക്ഷെ അത് അച്ഛനും അമ്മനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കയറിയത്. എനിക്കൊരു അനിയത്തിയുള്ളൂ. അപ്പോൾ അങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കയറിയെന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ ഓൾറെഡി സ്പോർട്സിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ സായിൽ 2 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു BPEd ചെയ്യാം എന്നൊക്കെ ആയിരുന്നു ഞാൻ. പക്ഷേ എല്ലാത്തിലും ഉണ്ടായിരുന്നു, ബാസ്കറ്റ്ബോൾ, NCC, ഡാൻസ്, അങ്ങനെ എല്ലാ പരിപാടിയിലും ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ അല്ല ഒരു അത്ലീറ്റ് വളരേണ്ടത്. ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഫോക്കസ് ചെയ്ത് വേണം വളരാൻ. പക്ഷെ ഞാനങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് വലിയ കഴിവ് കാണിക്കാൻ പറ്റാതെ. പിന്നെയാണ് അത് ഞാൻ മനസ്സിലാക്കിയത്. പട്ടാളത്തിൽ കയറിയതിന് ശേഷം ഒരു 8 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് പയ്യെ ഈ ഓട്ടം ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ ലൈഫ്. അപ്പം അങ്ങനെയാണ് ഈ ഓട്ടം തുടങ്ങിയത്. ഈ ഫ്രാൻസിൽ നടന്ന മേളയിലാണ് 24 മണിക്കൂർ കൊണ്ട് 265 കിലോമീറ്റർ ഓടിത്തീർത്തത് അല്ലേ? അപ്പം ഇന്ത്യയിൽ നിന്ന് പ്രതിനിധീകരിച്ചത് എത്ര? 6 പേരുണ്ടായിരുന്നു. 6 ആണുങ്ങളും 6 പെണ്ണുങ്ങളും. അതിൽ മലയാളി താങ്കൾ മാത്രമേ ഉള്ളൂ? ഞാൻ മാത്രമേ ഉള്ളൂ. അതെ. അപ്പം അവിടെ ഈ മറ്റുള്ളവരും ഇതേ സമയം തന്നെ 265 മണിക്കൂർ ഓടിയോ? ഇല്ല, 265 കിലോമീറ്റർ ഇല്ല. എൻ്റെ ഇന്ത്യയിൽ തന്നെ സെക്കൻഡ് വന്ന ഒരു കാനറ ബാങ്കിലെ ഒരു സീനിയർ മാനേജർ, ആള് സുഗർ എന്ന്, ആള് ചെയ്തത് 245 കിലോമീറ്റർ. എന്നെക്കാളും ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു, അമർ എന്ന് പറഞ്ഞിട്ട് എയർഫോഴ്സിലുള്ള ആള്. പക്ഷേ ഇഞ്ചുറി ആയതുകൊണ്ട് കുറച്ച് ഡൗൺ ആയിപ്പോയി. അപ്പോൾ ശരിക്കും നമ്മൾ ഇവിടുന്ന് പോയത് നമ്മുടെ ടീം മെഡൽ അടിക്കാനുള്ള പരിപാടിയായിരുന്നു. ടീം മെഡൽ ആയിരുന്നു, പക്ഷേ 12 മണിക്കൂർ വരെ ഏകദേശം സെക്കൻഡും തേർഡും ഉള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഇഞ്ചുറി നമുക്ക് 24 മണിക്കൂർ നമുക്കൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നമുക്ക് ഒരു ദിവസം പറഞ്ഞിട്ട് നാളെ പോയി ഞാൻ 24 മണിക്കൂർ ചെയ്യാൻ പോവുക, ഇത്ര കിലോമീറ്റർ ചെയ്യും എന്നുള്ള പറയാനുള്ള കോൺഫിഡൻസ് പോലും നമുക്ക് ഉണ്ടാവില്ല. കാരണം ആ സമയത്ത് എന്ത് വേണമെങ്കിൽ നമുക്ക് പറ്റാം. പക്ഷേ അങ്ങനെ ഒരു ഇതിൽ ഇഞ്ചുറി കാരണത്തിലാണ് നമ്മൾ ശരിക്കും ടീം മെഡലിൽ നിന്ന് ഔട്ടായത്. നമ്മൾ ടീം മെഡലിൽ 8ാമതായി പോകുന്നു, 8th പൊസിഷൻ. ഈ 24 മണിക്കൂർ ഓടുന്നത്, ഈ ഓടുന്നതിൻ്റെ ആ വെന്യൂ എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റേഡിയം അല്ലല്ലോ. 1.5 കിലോമീറ്റർ ലൂപ്പിൽ 1.5 കിലോമീറ്റർ ലൂപ്പിൽ സ്റ്റേഡിയം 400 മീറ്റർ ഉണ്ടല്ലോ. ആ 400 മീറ്ററും പ്ലസ് 1.1 കിലോമീറ്റർ റോഡ്, ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് അപ്പോൾ 1.5. ഈ 1.5 കിലോമീറ്ററിലാണ് നമ്മൾ 24 മണിക്കൂർ ഓടാൻ. 24 മണിക്കൂർ ഓടുന്നു, 265 കിലോമീറ്റർ 24 മണിക്കൂർ ഫിക്സ് ആണ്. കിലോമീറ്റർ എത്ര ചെയ്യുന്നോ അവരായിരിക്കും ഫസ്റ്റ്. ഈ ഓട്ടത്തിനിടയ്ക്ക് ഒന്ന് സ്ലോ ആയി വരികയോ ഒക്കെ ചെയ്യാം. ചെയ്യാം. അത് നമ്മളുടെ ബോഡി കപ്പാസിറ്റി എങ്ങനെയാണോ എല്ലാവരും വേഗം കൂട്ടണമെങ്കിൽ കൂട്ടാം. പക്ഷെ വേഗം കൂട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് തളരും.
അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഫുഡും കഴിക്കണം. അപ്പൊ 24 മണിക്കൂറിനിടെ എവിടെങ്കിലും ഇതുണ്ടോ, വെള്ളം കുടിക്കാനോ? ഇപ്പം 47 കൺട്രീസ് ഉണ്ടായിരുന്നു. ആ. ഇപ്പം 47 കൺട്രീസിൻ്റെ 47 ടെൻ്റ് ഉണ്ടാവും. അപ്പോൾ ആ ടെൻറ്റിൽ നിന്ന് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 12 ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു 3 പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 3 പേരാണ് നമ്മളെ ഇത്രയും പേരെ സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ അവരുടെ അവിടെ നിന്ന് നമ്മുടെ ടെൻറ്റിൽ നിന്ന് നമുക്ക് വെള്ളവും നമ്മളെന്താണ് യൂസ് ചെയ്യുന്നത് അതൊക്കെ അവിടെ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. അത് എത്ര സമയം തരും നമുക്ക് വെള്ളം? ഓടുന്നതിൻ്റെ ഇടയിൽ ഓടുന്നതിനിടയിൽ ഓട്ടം നിൽക്കുന്നില്ല. ഓടിക്കൊണ്ട് തന്നെ വെള്ളം. അത് ഓരോരുത്തരുടെ ടാക്ടിക്സ് പോലെയാണ്. അത് നമ്മൾ ഈ പണ്ട് കാലത്തെ ഈ സർക്കസ് ഇല്ലേ, ഈ തെരുവിലെ ഈ സൈക്കിളജ്ഞം മാതിരിയാണല്ലോ. സൈക്കിളിൽ തന്നെ ഇരുന്ന് അല്ലെ വെള്ളം കുടിക്കുന്നു, കുളിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ പ്രാക്ടീസ് ഓടുമ്പോൾ തന്നെ വെള്ളം കുടിക്കുന്നു. അപ്പോൾ ഭക്ഷണം നമ്മൾ നിർത്തും ഒരു മിനിറ്റത്തേക്ക്. വേണമെങ്കിൽ ചിലപ്പം അത്രയ്ക്ക് ഇതാണ് നിൽക്കും. അല്ലെങ്കിൽ പിന്നെ പ്ലേറ്റ് മേടിച്ചിട്ട് നമ്മളത് ഇങ്ങനെ കഴിച്ചോണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് അങ്ങനെ തോന്നും. തോന്നും എല്ലാം തോന്നും. അത് ശരി. മൂത്രം വയ്ക്കാൻ പോകാറുണ്ട്. അതിനും അനുവദിക്കും. അത് നമ്മുടെ സമയം വേസ്റ്റാണ്. സമയം വേസ്റ്റാ. പക്ഷെ ടൈം അലവ് ചെയ്യും. എന്നുവെച്ചാൽ ടൈം അലവ് എന്ന് വെച്ചാൽ നമ്മുടെ സമയമാണ് പോകുന്നത്. അതെ, അത് മനസ്സിലായി. അപ്പം അങ്ങനെ ഭക്ഷണം കഴിക്കാതെയും അല്ലേ ഒക്കെ ഇങ്ങനെ ഓടി അങ്ങ് പോവുകയാണ്. അപ്പൊ എത്ര തവണ അങ്ങനെ ഇടയ്ക്ക് നിർത്തിയിട്ടുണ്ട് ജിനോ? തണുപ്പ് വരുന്നല്ലോ, അതുകൊണ്ട് ഏകദേശം ഒരു 10-15 പ്രാവശ്യം ഞാനെങ്കിലും യൂറിനിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ പക്ഷേ ഈ നമ്മുടെ രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്കാണ് പോയിരിക്കുന്നത്, അവിടെയാണ് ഇത് നടന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ കാലാവസ്ഥയിൽ ഇത് ഒത്തുവരാൻ കുറച്ച് സമയം എടുത്തു കാണും അല്ലേ? എനിക്ക് സത്യം പറഞ്ഞാൽ തണുപ്പൊരു ഇതാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ അങ്ങനെ തണുപ്പുള്ള സ്ഥലത്ത് നിന്നിട്ടുണ്ടെങ്കിലും പക്ഷെ നമ്മൾ കോട്ടൊക്കെ ഇട്ടിട്ടൊക്കെ എല്ലാം പ്രിക്കോഷൻസ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഓടുന്നത് രാത്രി 12 മണിക്കൊക്കെ നമുക്ക് ഏകദേശം ഒരു 6-7 ഡിഗ്രി ആയിരുന്നു. പക്ഷേ അത് ഇപ്രാവശ്യം ഞാൻ കുറേ പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓടുന്നതിൻ്റെ ഇടയിൽ തന്നെ ഡ്രസ്സ് മാറിയിട്ട് ഫുൾ സ്ലീവും ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ഹെഡ് ക്യാപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഓടിയത്. ഈ എത്ര പേരുണ്ടായിരുന്നു നിങ്ങളോടൊപ്പം ഓടുമ്പോൾ? മൊത്തം 360 പേരായിരുന്നു. 360 പേര് ഒരേ സമയം. അതെ, 1.5 കിലോമീറ്റർ ലൂപ്പിൽ. അപ്പൊ തിങ്ങി ഞെരുങ്ങിയാണ് ഓടുന്നത് അല്ലേ? അത് സ്പ്ലിറ്റ് ആവും. സ്റ്റാർട്ടിങ് മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ട്, പിന്നെ അവരവരുടെ ഓരോ വേഗത്തിനനുസരിച്ച് മാറും. ഈ ആരെങ്കിലും ഒക്കെ ഇടയ്ക്ക് പതറി മാറുന്നുണ്ടോ? പിന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ചിലവർ തളർന്നു വീഴും. ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ജിനോ അങ്ങനെ അത്തരത്തിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ ഇവിടെ നിർത്താതെ? ഞാൻ 24 മണിക്കൂർ ഞാൻ 2020 സ്റ്റാർട്ട് ചെയ്തതാണ്. എവിടെ വെച്ച്? കേരളത്തിൽ വെച്ച്? അല്ല, ചണ്ഡീഗഡിൽ. എൻ്റെ ആദ്യത്തെ റേസ് അവിടെ ആയിരുന്നു. അപ്പം ഞാൻ അന്ന് ചെയ്തത് 208 കിലോമീറ്റർ ആയിരുന്നു അവിടെ ചെയ്തപ്പോൾ. അപ്പം അന്ന് ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ 212. ഓരോ വർഷമാകുമ്പോൾ ക്വാളിഫിക്കേഷൻ്റെ ക്രൈറ്റീരിയ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പം അന്ന് ഞാൻ ചെയ്തത് 208 ആയിരുന്നു ആദ്യത്തെ ഇവൻറ്റിൽ. അങ്ങനെ പയ്യെ 25 എൻ്റെ ഒരു പ്രോസസ്സായിരുന്നു. എന്ന് വെച്ചാൽ 208 പിന്നെ എൻ്റെ 215 പിന്നെ 227 227 പിന്നെ 238. അപ്പോൾ അതായിരുന്നു എൻ്റെ ബെസ്റ്റ് ഇതുവരയ്ക്കും ഇന്ത്യയിൽ. ഇപ്പം ആദ്യമായിട്ടാണ് ഞാൻ 26 കിലോമീറ്റർ കൂടുതൽ ചെയ്തത്. ഇപ്പം 238 265 അപ്പൊ ഈ കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എത്ര വരെ പോയിട്ടുണ്ട്? 24 മണിക്കൂർ. ഈ പ്രാവശ്യം ഞാൻ ട്രെയിനിങ് കുറച്ച് 14 മണിക്കൂർ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വെച്ച്? കേരളത്തിലല്ല, ബാംഗ്ലൂരായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ ടീമായിട്ട് പ്രാക്ടീസ് ചെയ്തത്. ടീം എന്ന് പറയുന്നത് ഏത്? ഇന്ത്യൻ ടീമിന്റെ ആൾക്കാർ 5 പേരും 3 പെണ്ണുങ്ങളും ബാംഗ്ലൂർ വെച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. ഏകദേശം ഒരു 10 ലോങ് റണ്ണിങ്ങിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ഒരു 6 മണിക്കൂറിൻ്റെ ഒരു 4-5 എണ്ണം രാത്രിയിൽ, ഒരു 3-4-12 മണിക്കൂർ അത് ഡേയിൽ, രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ. ഈ 6-8 മണിക്കൂറൊക്കെ രാത്രി 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, രാവിലെ 6 മണി വരെ. ഈ സ്ത്രീകളൊക്കെ എത്ര കിലോമീറ്റർ വരെ പോയിട്ടുണ്ട്? നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിൽ ടോപ്പ് ഇപ്പോൾ ചെയ്തത് 217 കിലോമീറ്റർ. 217. സുനിത എന്ന് പറഞ്ഞ ഡാർജിലിംഗിലുള്ള. ജിനോയ്ക്ക് ഇനി എത്ര വരെ പിടിക്കണമെന്നാണ് മുമ്പോട്ടുള്ള? പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ അപ്പോൾ എനിക്കതുകൊണ്ട് ഇന്ന എയിമെന്നൊന്നുമല്ല, അടുത്ത വർഷം ആകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ചെയ്യണം, കൂട്ടണം, അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ. അങ്ങനെ അടുത്ത വർഷം ആകുമ്പോഴത്തേന് നമ്മൾ പിന്നെ ഓരോ വർഷമാകും തോറും മനുഷ്യനല്ലേ, നമ്മുടെ ആരോഗ്യം ഒന്നുകൂടെ താഴ്ത്തു വരികയല്ലേ ചെയ്യുന്നത്. ഞാനത് വിശ്വസിക്കുന്നില്ല. ഇല്ല,
ആരോഗ്യം എന്ന് വെച്ചാൽ വയസ്സ് കൂടുന്നതോറും എനിക്ക് കപ്പാസിറ്റി കൂടുന്നതാണ് ഞാൻ അല്ല, അങ്ങനെ അത് നമ്മുടെ പൊതുവെയുള്ള ഒരു ധാരണയാണ്. ഞാൻ അങ്ങനെയാണെന്ന് വരുത്തി തീർക്കുകയല്ല. ഇപ്പൊ ഞാനും പിന്നെ സീനിയർ സിറ്റിസൺ ആണ്. എന്നാലും ഞാനിവിടെ വന്നിരുന്ന് ഈ 24 മണിക്കൂറും ഇങ്ങനെ ക്യാമറയുടെയും ലൈറ്റിന്റെയും ഒക്കെ വെളിച്ചത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് നമ്മുടെ ഒരു എന്താ ഒരു ഇച്ഛാശക്തിയാണ്. അപ്പൊ അതുപോലെ താങ്കൾക്കും ഉണ്ട്. ഞാൻ സ്റ്റാറ്റസ് ഒക്കെ റണ്ണിങ്ങിന്റെ സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോൾ എന്റെ ഹെൽത്ത് ഞാൻ വളരുവാണെന്നാണ് തോന്നുന്നല്ല ആണ്. എനിക്ക് മനസ്സിലാവില്ല, നമുക്ക് ഓടുമ്പോൾ ഓരോ സമയം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന വർഷം ഞാൻ എന്തായിരുന്നു, ഇപ്പോൾ ഞാൻ എന്താണ്, ഇനി ഫ്യൂച്ചറിൽ എന്താവും. വിശ്വാസമാണ് നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. ഈ ഫ്രാൻസിലേത് ഓടുമ്പോൾ അതിനിടയ്ക്ക് എങ്ങാനും തോന്നിയിട്ടുണ്ടോ വീണ് പോകുമോ എന്നൊരു? ഇല്ല, എനിക്ക് ഈ പ്രാവശ്യം ഒട്ടും പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ 3 മാസം ഞാൻ ട്രെയിനിങ് ചെയ്തത് ഭയങ്കര പാടായിരുന്നു. എന്നുവെച്ചാൽ ബാംഗ്ലൂർ വെച്ചിട്ട് ആ സമയത്ത് എനിക്ക് എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. വയറിളക്കം എല്ലാം എന്ന് വെച്ചാൽ എനിക്ക് പറ്റാതുണ്ടാവുന്ന, മെൻ്റലി വീക്കാവുന്ന കേസ്. പക്ഷെ അതിനെല്ലാം ഞാൻ ഓവർകം ചെയ്യാനുള്ള അവിടെ ഞാൻ ട്രെയിനിങ്ങിൽ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇഷ്യൂ ഉണ്ടായില്ല. പക്ഷെ എനിക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി പുഷ് ചെയ്യായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ പുറത്ത് പോയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനു മുന്നേ ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു 24 മണിക്കൂർ വേൾഡ് ചാമ്പ്യൻഷിപ്പ്. അത് ചൈനീസ് തൈപ്പേ വെച്ചിട്ടായിരുന്നു. അവിടെ വെച്ചിട്ട് എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 204 ഞാൻ ചെയ്തുള്ളൂ. അത് ഈ ക്ലൈമറ്റൊക്കെ മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ അതിനുള്ള പ്രിക്കോഷൻസ് ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് ഞാൻ പഠിച്ചത്. ഇപ്പം അത് അങ്ങനെ ഒരു ഫെയിലർ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എനിക്ക് 265 ചെയ്യാൻ പറ്റിയത്. അന്ന് അങ്ങനെ ഉണ്ടായില്ലായിരുന്നു, ഞാൻ ഒരിക്കലും പഠിക്കില്ലായിരുന്നു. ഇതിനു മുമ്പ് ഈ ശരീരത്തെ എങ്ങനെ ഒന്ന് ഫിറ്റാക്കും, ഏത് തരത്തിൽ ഭക്ഷണ രീതിയിലും ഉറക്കത്തിൻ്റെ കാര്യത്തിലും ഒക്കെ എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്നത് ഏത് തരത്തിലാണ്? ഉറക്കം മസ്റ്റാണ്. അത് ഓരോരുത്തരുടെ ഈ ഒരു മത്സരത്തിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് ദിവസം ഒന്ന് ശരീരത്തെ ഒന്ന് രൂപപ്പെടുത്തി എടുക്കുമല്ലോ. അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഏത് തരത്തിലാണ്? ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം പെയിന്, ഒടുക്കത്തെ വേദനയായിരുന്നു. അവിടെ ഇല്ലാത്ത വേദനകൾ വരെ വന്നു പോകും. പിന്നെ പണ്ട് കുറച്ച് വെള്ളം അടിക്കുന്നതുകൊണ്ട് ഈ ഓട്ടോമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ മെയിനായിട്ട് ഈ ഫോക്കസ് റണ്ണിങ്ങിലോട്ട് വന്നപ്പോഴാണ് ഇതെല്ലാം ബാഡ് ഹാബിറ്റ്സ് എല്ലാം പോയത്. പിന്നെ ഈ ഉറക്കവും ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, നമുക്ക് നല്ലോണം ഉറങ്ങിയാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നടക്കില്ല. അതുകൊണ്ട് കുറച്ച് ഹാബിറ്റൊക്കെ മാറ്റി. ഇത് കഴിയുമ്പോൾ ഉള്ളൊരു അനുഭവം ഉണ്ടല്ലോ, 24 മണിക്കൂർ അങ്ങോട്ട് പൂർത്തിയാകുമ്പോൾ അല്ലേ, ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? സത്യം ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അത് ഉള്ളിലുള്ളൊരു ഫീലിംഗ് ആണ്. അത് മറക്കാൻ പറ്റത്തില്ല ആ ഫീലിംഗ്. കാരണം അത് ഞാൻ കുറേ എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് എങ്ങനെയാണ് കഴിയുമ്പോഴുള്ള ഫീലിംഗ്. അതൊരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ്. അത് എനിക്ക് എന്താ പറയാമെന്ന് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഈ കൂടെയുള്ളവരിൽ 265 മണിക്കൂർ എത്തിയവർ എത്ര പേരുണ്ടായിരുന്നു? വേറെ 24 മണിക്കൂർ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 24 മണിക്കൂർ 265 കിലോമീറ്റർ. 24 മണിക്കൂർ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തു. അതിൽ ഞാൻ ചെയ്തത് 265, രണ്ടാമത് ചെയ്തത് 245, മൂന്നാമത് ചെയ്തത് 229. അപ്പൊ അവിടെ പോയതിൽ താങ്കളായിരുന്നു ടോപ്പ്? ടോപ്പ്. ഇന്ത്യയിൽ നിന്ന് ടോപ്പ് ഞാൻ തന്നെയായിരുന്നു. പിന്നെ വേൾഡിൽ 10th പൊസിഷൻ വന്നായിരുന്നു ഓവറോൾ. അപ്പം ഇനി എന്തായാലും അങ്ങോട്ട് ജീവിതത്തിലും ഈ ഓട്ടം തുടരട്ടെ എന്ന് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.